നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ ഇനിയും വെല്ലുവിളി കൊണ്ട് വരില്ലെന്നാ എന്റെ വിശ്വാസം. അവൾ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നേരെ വരും. അവളുടെ ലക്ഷ്യം അത് തന്നെയല്ലേ? എല്ലാവരും ഊണും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ? കൊച്ചവിടെ കിടന്ന് ഛർദിക്കുന്നു. അയ്യോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. അതാ അതിന്റെ ഒരു അന്തസ്. അല്ലടത്തി, നീ പറയുന്നത് ഞാൻ കേട്ടു. ഇവളെ ഞാൻ വിടും. ഇവളെ അഭയാർത്ഥി, ഇത്തൽ കണ്ണി. പക്ഷെ നീ എന്റെ അനുജന്റെ ഭാര്യ. ആ താരക പണിക്കരുടെ സംസ്കാരം ഉണ്ടല്ലോ, അത് നീ ഇവിടെ കാണിക്കരുത്. പണ്ടൊക്കെ നിങ്ങൾ അപവാദം പറഞ്ഞാലും കളിയാക്കിയാലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒളിഞ്ഞും പാത്ത് നിന്ന് എനിക്കെതിരെ ഏഷണി പറഞ്ഞ നിന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിക്കും. പറഞ്ഞേക്കാം. നാണം കെട്ടു. വേണ്ടായിരുന്നല്ലേ? അല്ല, സദ്യ ഉണ്ടാക്കാനൊക്കെ നേരത്തെടുത്ത ആളവിടെ പോയി. എന്റെ പെങ്ങള് സാവിത്രി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. രാമേട്ടൻ വിളിച്ചു കാണും. ആ സമയത്ത് മൊബൈലും എടുത്തോണ്ട് ഓടി. എന്തായാലും എന്റെ മോനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ് നടന്നവൾക്ക് കിട്ടിയ നല്ല അടിയായി പോയല്ലോ. ആ ഇന്ദ്രജയ്ക്കേ ആഹാ. എന്നിട്ട് ഭീഷണിയും കൊണ്ട് ജേട്ടന്റെ അടുത്തേക്ക് വന്നു. ജേട്ടൻ പൊരിച്ചു വിട്ടു. അവളെ നിർത്തിപ്പൊരിച്ചത് ഞാനല്ല, ദേവിയാ. ഇന്ദ്രജമ്മായിയുടെ മറ്റൊരു കേസ് പൊങ്ങുന്നുണ്ട്. അതിലവരകത്താവും. നല്ലൊരു മനുഷ്യനാ മാധവ തമ്പിയാർ. നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഒരാൾ. അതെ, അയാൾക്ക് ഇങ്ങനെ നെറുകെട്ട 2 മക്കളുണ്ടായി പോയല്ലോ, അതും പെൺമക്കൾ. അവൾ ഇനിയും വെല്ലുവിളി കൊണ്ട് വരില്ലെന്നാ എന്റെ വിശ്വാസം. അവൾ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നേരെ വരും. അവളുടെ ലക്ഷ്യം അത് തന്നെയല്ലേ? എല്ലാവരും ഊണും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ? കൊച്ചവിടെ കിടന്ന് ഛർദിക്കുന്നു. അയ്യോ അമ്മേ. നമുക്ക് പോവാം. വീട്ടിലെല്ലാവരും കാത്തിരിക്കുക. നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോ? അയ്യോ ഇല്ല, ഞാൻ മറന്നു. എന്റെ സന്തോഷത്തില് ഞാനത് മറന്നുപോയി ജേട്ടാ. അമ്മേ, ഞാൻ കോടതിയില്ല. ശരി അമ്മ. ചേട്ടാ
പോവാം. പോവാം. ഹലോ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇത് കോടതി വളപ്പാ. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ അകത്താക്കാം. റിട്ടയർഡ് ഭാര്യയും കൂട്ടി നീ അങ്ങ് പോവാണ്. ദേ മര്യാദയ്ക്ക് സംസാരിക്കടി. നീ എന്നോ ഇടാന്നൊക്കെ നീ നിന്റെ ഭർത്താവിനെ പോയി വിളിക്ക. ഒരു വിധിയുണ്ടല്ലോ നിന്റെ കെട്ടിയവനായിട്ട്. ഇവനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഇതിവിടെ തീർന്നിട്ടുമില്ല. നിന്നെ പോലെ മീൻ മാർക്കറ്റ് സംസ്കാരമുള്ള സ്ത്രീകളോടൊന്നും സംസാരിക്കാനേ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓ, ഒരു സംസ്കാര സമ്പന്നൻ. എന്റെ അനുജത്തിയെ മോഹിപ്പിച്ച് കൂടെ കൂട്ടി ഒടുവിൽ അവളെ മടുത്തപ്പോ കൊന്നുകളഞ്ഞ വിശുദ്ധിയുള്ളവൻ. നിന്റെ അനിയത്തി ഞാൻ കൊന്നു കളഞ്ഞെങ്കിൽ എന്നെ ഈ കോടതി വെറുതെ വിടുവോ? ചില കോടതി വിധികളിൽ അദർശനായി നിൽക്കുന്ന ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യമുണ്ട്. അതാ തെറ്റിദ്ധരിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ഞാൻ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്നത്. തൽക്കാലം നീ രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചു. പക്ഷേ നിന്നെ എന്നേക്കുമായി ഞാൻ ജയിലിൽ അടയ്ക്കും. അതിനുള്ള കരുക്കൾ ഞാൻ ഒരുക്കുക. നീ കരുക്കൾ ഒരുക്കോ പകട് കളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യേ. അതിന് ഞാനെന്ത് വേണം? ഇതേ സെഷൻസ് കോടതി വിധിയ. ഇതിനു മുകളിലും കോടതിയുണ്ട്. നിന്നെ വിലങ്ങിട്ട് പൂട്ടി സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ ഞാനങ്ങ് സുപ്രീം കോടതി വരെ പോവും. നീ ചെല്ല് സുപ്രീം കോടതിയിലേക്ക്. നീ ഈ ഭൂമി കുലുക്കി നടന്ന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ മഹാദ്രോഹങ്ങൾക്കും അങ്ങ് മുകളിലിരുന്ന ദൈവത്തിന്റെ കോടതി കാണുന്നുണ്ട്. എവിടെ കാശറിഞ്ഞ് നീ എന്ത് ചെയ്താലും ആ കോടതി നിന്നെ വെറുതെ വിടില്ല. ഇവനെ കോടതി താൽക്കാലികമായി വെറുതെ വിട്ടതുകൊണ്ടാണോടി നിന്റെ നാവ് ഇത്രയും ഉയരുന്നത്? അല്ലടി ഇന്ദ്രജൻ, സഹി കെട്ടതുകൊണ്ട്, പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്തതുകൊണ്ട്, നിന്നെ പോലെ ഒരു ക്രിമികേടത്തോട് തോൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. മതിയടി പ്രസംഗിച്ചത്. ദേ, ഇവനെയും കെട്ടി ഇനിയുള്ള കാലം നിനക്ക് സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട. നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന കൊടുവാളെടുത്ത് ഞാൻ കൊടും കാളിയായി കൊല വിളിക്കും. ഒരാളെയും കൊല്ലാതെ കൊലപാതകയായവനാ ഞാൻ. പക്ഷേ നീ എന്റെ കയ്യിൽ നിന്ന് ഒരു പടുമരണം വാങ്ങിച്ചു കിട്ടുമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.